ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു J3 മീഡിയ മലയാളം ടെക്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വ്യൂ ചെയ്യുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിനുശേഷം ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്താൽ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഹായ് ഗൈസ്, വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ നാട്ടിലാണ്, ഞാൻ ഇവിടെയാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു അവനായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, ഗിഫ്റ്റ് എന്നൊരു സർപ്രൈസ് മാറിയിട്ട് ഒരു സോങ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നെയിം വെച്ചിട്ട് ഒരു പാട്ട് അവർ ക്രിയേറ്റ് ചെയ്യും, അത് ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന്, അപ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ വെബ്സൈറ്റ് വെച്ച് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അത് happybirthday.com എന്നാണ് പേര്. happy birthday എന്ന് വെച്ചിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു സൈറ്റ് വരും, www.1happybirthday.com. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫൈൻഡ് യുവർ നെയിം എന്നുള്ളതുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ നെയിം ജോസ് എന്നായിരുന്നു. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ് അത് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ജോസ് എന്നുള്ള പേരുകളിൽ കുറേ പേരുകൾ വരും. എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പേര് ഇപ്പോൾ ജോസ് ആൽബർട്ടോ, പിന്നെ ജോസ് ഏഞ്ചല്, അപ്പോൾ അങ്ങനെ കുറേ പേരുള്ളപ്പോൾ നമ്മുടെ പേര് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആ യെല്ലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കും. അപ്പം ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് പാടുന്നതായിരിക്കും. അത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഇപ്പം എന്താണ്ട് പ്ലേ ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ, ഇപ്പം പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പി സ്ട്രൈക്ക് വരും. അത് നമ്മൾ അവരുടെ സൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ഈ സോങ് ഡൗൺലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇമെയിലായിട്ട് ഈ സോങ് സെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ടെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് സെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് ടൈപ്പ് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി സ്ട്രൈക്ക് കിട്ടുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് വളരെ കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ നമ്മൾ പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അടിയിൽ നമുക്ക് സോങ്സ് വിത്ത് വീഡിയോ സോങ്സ് ആയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ജോസിന് അടിച്ചുകൊണ്ട് ജോസിനെ റിലേറ്റഡ് ചെയ്തിട്ട് അവർ സോങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വീഡിയോയുടെ കൂടെ സെൻഡ് ചെയ്യാം. ഞാൻ പിന്നെ ഈ വിഷ് എന്നുള്ളത് കൊടുക്കുകയാണ്, വിഷസ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോഴാണ് ഇതൊന്നും ആണായത്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്കാണോ വേണ്ടത്, സിസ്റ്റേഴ്സിനാണെങ്കിൽ സിസ്റ്റേഴ്സിന്, മദറിനാണെങ്കിൽ മദറിനുള്ള വിഷസ്. ഇപ്പോൾ ഞാൻ സിസ്റ്റേഴ്സിനുള്ള തുറക്കുകയാണെങ്കിൽ സിസ്റ്റേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ബർത്ത്ഡേ വിഷസ് വരും. നമുക്കത് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. പിന്നെ അതുമാതിരി തന്നെ അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും അതിൽ തന്നെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ പാട്ടുകൾ പലർക്കും അറിയില്ലെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സെക്ഷനാണിത്, റിലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള റിലിക്സ്, ഫണ്ണി ബർത്ത്ഡേ, അങ്ങനെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നെയിം കൊടുക്കുക. അങ്ങനെ നമുക്ക് സോങ്സ് ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു ചച്ചച്ച, ഹാപ്പി ബർത്ത്ഡേ ടു ചച്ചച്ച, ഹാപ്പി ബർത്ത്ഡേ നെയിം, ഹാപ്പി ബർത്ത്ഡേ ടു യു ചച്ച. അപ്പം അങ്ങനെ നമുക്ക് കുറേ സോങ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ. ഇൻഫോയിലുള്ളത് ഇങ്ങനെ ബർത്ത്ഡേ കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ആയുർരേഖ എന്നൊക്കെ പറയില്ല, ആയുർരേഖയുള്ള നമ്മുടെ കയ്യിൽ നോക്കിയൊക്കെ പറയില്ല, അതുമാതിരി തന്നെ ബർത്ത്ഡേ ഡേറ്റ് വെച്ചിട്ട് നാള് പറയുന്നൊരു സെറ്റപ്പാണ്. അത് ഇംഗ്ലീഷിലുള്ള ഇതായതുകൊണ്ട് നമുക്കെല്ലാം കറക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ആഗസ്റ്റ് സെലക്ട് ചെയ്തു, അതായത് സെപ്റ്റംബർ സെലക്ട് ചെയ്തു. ബർത്ത്ഡേ 3rd, ഞാൻ 1990 കൊടുക്കുകയാണ്. അപ്പോൾ ബർത്ത്ഡേ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 90 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടെൽ മീ പ്ലീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഞാൻ കറക്റ്റാണെന്നൊന്നും പറയില്ല ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും. യു ആർ ബോൺ ഓൺ വെൻസ്ഡേ, സൈൻ വിത്ത് വിർഗോ എന്നുണ്ടെങ്കിൽ ഓരോന്നും നമ്മുടെ
തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഫ്ലവർ ഏതാണ്, നമ്മുടെ ഹോഴ്സ്, നമ്മുടെ ചൈനീസ് ഇയർ ഏതാണ്, ബർത്ത് സ്റ്റോൺ ഏതാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഈ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതെല്ലാം ഇതിന് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാം. നമ്മുടെ ജനിച്ചതിനെ കുറിച്ചിട്ടുള്ളത്, നമ്മുടെ ഏതാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ പ്രശസ്തരായ ആൾക്കാർക്ക് കിട്ടിയ ദിവസങ്ങൾ, അങ്ങനെ നമ്മുടെ ആ ഡേറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ എന്നിട്ടാ പറയാ എന്നിട്ടാ ഈ ബർത്ത്ഡേ സൈറ്റ് അല്ലെങ്കിൽ onehappybirthday.com വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.